ഇടുക്കി തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കേസിലെ പ്രതിയായ ജോമിനും ബിജുവിനോട് വിരോധമുണ്ടായിരുന്നു. ചെറുപുഴയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജോമിന് 1 ലക്ഷം രൂപയോളം ബിജു നൽകാനുണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. 3 ദിവസത്തെ ആസൂത്രണത്തിലൊടുവിലാണ് ബിജുവിനെ ഈ പ്രതികൾ കൊലപ്പെടുത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ജോസിൽ, ബിജുവിൻ്റെ ഓരോ ദിവസത്തെയും നീക്കങ്ങൾ പ്രതികൾ സമയമെടുത്ത് നിരീക്ഷിച്ചു. കൃത്യമായ ആസൂത്രണം, കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. എല്ലാ 2 പ്രതികൾക്ക് ഇപ്പോൾ ഈ ബിജുവിനോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റു ചില വ്യക്തിപരമായ തർക്കങ്ങൾ. 19-ന് രാത്രി തട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരുന്നു നീക്കം. എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? കൃത്യമായ ആസൂത്രണം നടത്തി തന്നെയാണ് കൊലപാതകം. സിജു, ഇത്തരത്തിൽ ഇപ്പോൾ ഈ ജോമിനെയും മുഹമ്മദ് അസ്ലത്തെയും ഇപ്പോൾ തെളിവെടുപ്പിനായി ജോമിനെ തെളിവെടുപ്പിനായി അതെ, തീർച്ചയായിട്ടും സിജു, ഇപ്പോൾ ജോമിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം ജോമോൻ്റെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചാണ് ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ജോമോനെ ഹാജരാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വരികയാണ്. ഒന്ന്, ഈ തൊടുപുഴയിലെ കൊലപാതകത്തിൽ ഈ ജോമിനും ബിജുവിനോട് വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം ഇവർ നേരത്തെ ചെറുപുഴയിൽ ഈ ജോമോനും ബിജുവും കൂടി നടത്തിയിരുന്ന സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു, മാനേജറായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ജോമിൻ. ഈ സ്ഥാപനം നടത്തുകയും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന ബിജുവാണ്. അങ്ങനെ ഈ ജോമിന് ശമ്പളം കൊടുക്കേണ്ടിയിരുന്നത് ജോമിനാണ്. ഏകദേശം 1 ലക്ഷം രൂപയോളം ഈ ജോമിന് ശമ്പള ഇനത്തിൽ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബിജുവിൽ നിന്ന്, കാരണം നേരത്തെ ബിജുവിൻ്റെ പണിക്കാരനായിരുന്നു ഈ ജോമിൻ, ഈ ജോമോനുമായിട്ട് അടുക്കുകയും ഈ ജോമിൻ വഴിയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നത്. അത്തരത്തിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ആഷിഖിൻ്റെയും മുഹമ്മദ് അസ്ലത്തിൻ്റെയും ഈ കൊട്ടേഷൻ സംഘങ്ങളെ ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ ഈ കൊട്ടേഷൻ നടത്തിയത്. ഈ വ്യാഴാഴ്ച രാവിലെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സ്കൂട്ടറിൽ ടൗണിലേക്ക് വരികയായിരുന്ന ബിജു ജോസഫിനെ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഈ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഈ വാഹനത്തിനുള്ളിൽ വെച്ചാണ് ഈ ഒമിനി വാനിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതിനുശേഷം മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. ജോമോനെയാണോ ജോമോൻ ഇല്ലേ, 1-ാം പ്രതിയായ ജോമോനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം മുഹമ്മദ് അസ്ലവും ഉണ്ടോ? എങ്ങനെയാണ്? അല്ലല്ല, ജോമിനെയാണ് കൊണ്ടുപോകുന്നത്. ജോമിൻ, അതായത് ഈ നേരത്തെ ജോമോനെ ഇന്നലെ അവിടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം വീണ്ടെടുക്കുകയും നിലവിൽ ആഷിഖാണ് 2-ാം പ്രതി, ജോമിൻ 4-ാം പ്രതിയാണ്. ശരി, അപ്പോൾ ഈ ജോമിന് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇവർ നിരീക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം 19-ാം തീയതി രാത്രി തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഈ ഗോഡൌണിൽ തന്നെ, ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ തന്നെ കൊലപ്പെടുത്തുക. അതായത് ആരറിഞ്ഞാലും നിയമത്തിൻ്റെ മുൻപിൽ പിടിക്കപ്പെട്ടാലും ഈ ബിജു ജോസഫിനെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, അങ്ങനെയല്ല. ഇത്തരത്തിൽ കൊലപാതകമായിരുന്നില്ല ഇവരുടെ ഉദ്ദേശം. അതായത് ഈ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ പാർട്ണർഷിപ്പ് പിരിഞ്ഞ സമയത്ത് ഈ സ്ഥാപനങ്ങൾ, അതായത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെയും അതുപോലെ കേറ്ററിങ്ങിൻ്റെയും മറ്റ് ആംബുലൻസ് സർവീസിൻ്റെ ആ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളത് വീതം വെക്കുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഈ എഗ്രിമെൻ്റ് നടപ്പിലാക്കാൻ ബിജു തയ്യാറായില്ല. അതുമാത്രമല്ല, ജോമോൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന വാഹനവും ക്രെയിൻ ഉപയോഗിച്ച് ആംബുലൻസും കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി വീണ്ടും DYSPയുമായും എല്ലാം ജോമോൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അത് നടപ്പിലാകാതെ വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഈ പണം, ഈ നഷ്ടപ്പെട്ട, തനിക്ക് ഈ ഷെയർ ബിസിനസ്സിലൂടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് കൊട്ടേഷൻ സംഘങ്ങളെ ഈ ജോമോനും ഏർപ്പാട് ചെയ്തത്. 12,000 രൂപ മാത്രമാണ് ചെലവിനത്തിൽ ഗൂഗിൾ പേയിലൂടെ നൽകിയിരിക്കുന്നതാണ് പോലീസ് പറഞ്ഞത്. ബാക്കി ഈ സാധനങ്ങൾ തിരിച്ചെടുത്തു തരികയാണെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ളതാണ് കൊട്ടേഷൻ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്.
അതായത് നിലവിൽ ജോസിൽ പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ നാളുകളായി നടക്കുന്ന ഒരു തർക്കമുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം എത്തുന്നു. അതിനുശേഷം പല കരാറുകളിൽ ഏർപ്പെടുന്നു. ആംബുലൻസ് അടക്കം തിരികെ കൊടുക്കാൻ ബിജു ജോസഫിനോട് പറയുന്നു, പക്ഷേ കൊടുക്കുന്നില്ല. ക്രെയിൻ ഉപയോഗിച്ച് ആംബുലൻസ്, അതായത് ജോമോൻ്റെ ഉടമസ്ഥയിലുള്ള ആംബുലൻസ് അടക്കം ബിജു ജോസഫ് എടുത്തുകൊണ്ട് പോകുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന വൈരം, ആ വിരോധം ആ കൊലപാതകത്തിലേക്ക് കലാശിച്ചു. ജോസിൽ പറയുന്ന പ്രകാരം കൊലപ്പെടുത്തലായിരുന്നില്ല ഉദ്ദേശം, പക്ഷേ വലിയ തരത്തിൽ പീഡിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ സാധനങ്ങൾ തിരികെ വാങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു ജോമോൻ്റെയും കൂട്ടുപ്രതികളുടെയും ലക്ഷ്യം. അതിനായി ഈ കൊട്ടേഷൻ കൊടുത്തു. അതായത് ഏത് വിധേനയും തനിക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടുക, അതിന് അവലംബിച്ച മാർഗം അവസാനം ബിജു ജോസഫിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും സിജു, അത്തരത്തിൽ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഈ തൻ്റെ സാധനങ്ങൾ, ജോമോൻ്റെ വസ്തുവകകൾ ബിജുവിൽ നിന്ന് പിടിച്ചെടുത്ത് നൽകുകയാണെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഒമിനി വാനിൽ ഈ ബിജുവിനെ വലിച്ചു കയറ്റുന്നത്. അതിനുശേഷം ഈ വാഹനത്തിനുള്ളിൽ വെച്ചുള്ള ഈ ബിജു ജോസഫ് കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതികളുടെ മൊഴി. പക്ഷേ ഈ ഗോഡൌണിൽ എത്തിച്ചപ്പോഴത്തേക്കും ബിജു മരണപ്പെട്ടിരുന്നു. തുടർന്ന് മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് എങ്ങനെയാണ് ജോമോൻ്റെ അടക്കം കുറ്റസമ്മത മൊഴിയിലുള്ളത്? ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജോമോൻ്റെയും കൂടി സാന്നിധ്യത്തിൽ, ജോമോൻ ഈ നടത്തിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോമോൻ്റെയും കൂടി സാന്നിധ്യത്തിൽ ഇന്നലെ ഈ ജോമോൻ്റെ നേരത്തെ ഗോഡൌണിൽ നിന്ന്, കേറ്ററിങ്ങിൻ്റെ ഗോഡൌണിൻ്റെ മാലിന്യക്കുഴിയിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. ജോസഫ്, ഇവരുടെ തമ്മിലുള്ള സാമ്പത്തിക ഇടപെടൽ എത്ര രൂപയുടെ, അതായത് വസ്തുവകൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉൾപ്പെടെ എത്ര രൂപയുടെ നഷ്ടം ഈ പിടിച്ചെടുത്ത്, അതായത് ജോമോൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്? ഇവർ തമ്മിലുള്ള ഇടപാട് എത്ര രൂപയുടേത്? 50 ലക്ഷം എന്നാണ് ഇന്നലെ ജോസിൽ പങ്കുവെച്ച വിവരം. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ വസ്തുവകൾ ഉൾപ്പെടെ, അസറ്റ് ഉൾപ്പെടെ. അത് അത്തരത്തിൽ അസറ്റ്, അതായത് പൊന്നിൻ കുരിശ്, വെള്ളിക്കുരിശ്, അതുപോലെ തന്നെ ഈ ആംബുലൻസുകൾ, 2 ആംബുലൻസുകൾ, ഒരു എർട്ടിക കാറ്, അങ്ങനെ മറ്റ് വസ്തുക്കളാണ് അതായത് ജോമോൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഇവർ ഷെയർ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒറ്റ സ്ഥാപനമായി ലയിപ്പിച്ചപ്പോൾ ഈ ബിജുവിൻ്റെ കയ്യിലേക്ക് പോയ ജോമോൻ്റെ വസ്തുവകകളാണ് തിരിച്ചു പിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ പ്രതികൾ വാഹനത്തിൽ ഇന്ധനം നിറച്ച പെട്രോൾ പമ്പിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ നമ്മൾ തൊടുപുഴയിലുള്ള പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. അതെ, ജോമിനാണ് ഇപ്പോൾ ഈ ജീപ്പിലുള്ളത്. ജോമിനെയാണ് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് വളരെ കൃത്യമായ ആസൂത്രണം 19-ാം തീയതി തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇവർ കണക്ക് കൂട്ടുന്നതിന് വളരെ നേരത്തെ തന്നെ ഈ ബിജു ജോസഫ് വീട്ടിലെത്തുകയും ചെയ്തു. പക്ഷേ പിറ്റേന്ന് 4 മണിക്ക് അലാം വെച്ച് ഉണർന്നതിന് ശേഷമാണ് ബിജുവിൻ്റെ സ്കൂട്ടറിനെ പിന്തുടർന്ന് പ്രതികൾ വാഹനം തടഞ്ഞു നിർത്തി വലിച്ചു കയറ്റുകയായിരുന്നു എന്നുള്ളത്. അതായത് റോഡിൽ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. റോഡിൽ വെച്ച് തന്നെ അവരെ ഈ ബിജുവിനെ വാഹനത്തിലേക്ക് കയറ്റുന്നു. വാഹനത്തിൽ വെച്ച് ഒരുപക്ഷേ അതിക്രൂരമായ മർദ്ദനം ബിജു ജോസഫിന് ഏറ്റിട്ടുണ്ടാകണം. അതായിരിക്കണം ഈ മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. എങ്ങനെയായിരുന്നു ഈ മർദ്ദനം എന്ന രീതിയിലൊക്കെ ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിൽ നിന്നായിരിക്കും വിവരങ്ങൾ ലഭിക്കുക. പക്ഷേ പോലീസ് ഏതെങ്കിലും തരത്തിൽ എന്താണ് ഈ മരണകാരണമായത്, ഏത് തരത്തിലുള്ള മർദ്ദനമാണെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? ഇന്നലെ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികളാണ് പൂർത്തീകരിച്ചത്. ഇന്നാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലാണ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായ നിലപാടിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നലെ SP നമ്മളോട് വ്യക്തമാക്കിയത്. അതല്ലാതെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിൽ, പ്രാഥമികമായ മൊഴി നൽകലിലൊക്കെ ഈ പ്രതികൾ ഏതൊക്കെ തരത്തിൽ മർദ്ദിച്ചു എന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞോ? പ്രതികളുടെ മൊഴി അനുസരിച്ച് ഈ ബിജു കുതിറുകയും നിലവിളിക്കുകയും ചെയ്തപ്പോൾ ഈ ഒമിനിയിൽ ഇരുന്നു കൊണ്ട് ചവിട്ടിപ്പിടിച്ചാണ് ഗോഡൗണിൽ എത്തിച്ചത്. അതായത് നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ ഗോഡൗണിൽ എത്തിച്ചപ്പോഴത്തേക്കും ആൾ മരിച്ചുപോയി പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ കുറ്റസമ്മത മൊഴിയിൽ ജോമോൻ അടക്കമുള്ള പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഒരാളെ നെഞ്ചിൽ ചവിട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ 3-4 പേര് ഒരു ഒമ്നി വാനിൽ നെഞ്ചിൽ ചവിട്ടി നിന്നു എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമാകുന്നുണ്ട്. അത് മരണത്തിൽ തന്നെ കലാശിക്കും. അതിശക്തമായ മർദ്ദനമായിരിക്കും. ഈ 4 പേർ, ജോമോൻ, അതോടൊപ്പം തന്നെ അസ്ലം, ജോമിൻ,
ഈ 3 പേരും ബിജു ജോസഫും, പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ ഈ സംഭവത്തിൽ ഉള്ളത്. അത് ആഷിഖാണ്. ഇപ്പോൾ കാപ്പ കേസ് പ്രതിയാണ് അയാളെ ആണ് ഈ കേസിൻ്റെയിലേക്ക് ഈ പ്രതികളിലേക്ക് എത്താൻ ഒരു പ്രധാന കാരണമായി മാറിയത് ഈ ആഷിഖിൻ്റെ അറസ്റ്റാണ്. അതായത് വേറൊരു കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയാണ് ഈ രണ്ടാം പ്രതിയായ ആഷിഖ്. ഈ ആഷിഖിൻ്റെ മൊബൈൽ ഇവിടെ വെച്ച് ഈ ഗോഡൌണിൻ്റെ പരിസരത്ത് വെച്ച് ആഷിഖ് മൊബൈൽ ഓണാക്കുകയാണ് ചെയ്യുന്നത്. ആ മൊബൈൽ ഓണാക്കിയ സമയത്ത് ടവർ ലൊക്കേഷൻ കിട്ടുകയും ആഷിഖിനെ അന്വേഷിച്ച് പോലീസ് അവിടെ എത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന ഗോഡൌണിന് മുമ്പിലത്തെ റോഡിൽ നിന്നാണ് ആഷിഖിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയം ഈ മൃതദേഹം ഇതിൻ്റെ പുറകു ഭാഗത്ത് കുഴിച്ചിടുന്നതിലായിരുന്നു മറ്റു പ്രതികൾ. ഇതൊന്നും പോലീസ് അറിയാതെ ആഷിഖിനെ എറണാകുളത്തു നിന്ന് എത്തിയ പോലീസ് സംഘം കൊണ്ടുപോവുകയും റിമാൻഡിലാകുകയും ചെയ്തിട്ടുണ്ട്. ആഷിഖാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വരാത്തത്. ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ പോലീസ് കോടതിക്ക് മുമ്പ് സമർപ്പിക്കും. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബിജു ജോസഫ് കൊലപാതക കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതികൾ വാഹനത്തിൽ ഇന്ധനമടിച്ച പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട